ഫേസ്ബുക്കിൽ എനിക്കൊരു പേജുണ്ട്, അനുപമ രാജൻ എന്ന് പറഞ്ഞിട്ട്. അതിനെക്കുറിച്ചുള്ള വീഡിയോസും ഷോർട്സുകളുമാണ് ഞാൻ യൂട്യൂബിലും ചെയ്യാറുള്ളത്. അപ്പം കുറച്ച് ആൾക്കാർ, അതായത് നമ്മുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോസൊക്കെ കണ്ടിട്ട് കുറച്ച് പേര് വന്നിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങളിടുന്ന പോസ്റ്റുകൾ വളരെ മോശമാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കേരളത്തിലുള്ള ആളുകൾ ആ ഒരു പോസ്റ്റ് കാണുമ്പോൾ ചിലപ്പോൾ അവർക്ക് ശരിയാണ്, ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല. കാരണം അവരത് കാണുമ്പോൾ അവർക്ക് ചിലപ്പോൾ അങ്ങനെയായിരിക്കും ചിന്തിക്കും. ഇപ്പോൾ കുറച്ച് പേര് എന്നോട് പറഞ്ഞു, ചിലപ്പോൾ പറയാത്ത ആളുകളുണ്ടാവും. കാരണം നമ്മൾ ഈ രീതിയിലുള്ള പോസ്റ്റുകളൊക്കെയാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണോ ഷെയർ ചെയ്യുന്നതെന്നുള്ളത് ചിന്തിക്കുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ പേജിലുള്ള ഫോളോവേഴ്സും വ്യൂവേഴ്സും ഒന്നും ഇന്ത്യയിലുള്ള ആൾക്കാരല്ല. അതുപോലെ കേരളത്തിൽ നിന്നിപ്പോൾ വളരെ കുറച്ച് പേര്, അതായത് നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് വന്ന് നോക്കുന്നവരൊക്കെ ഉണ്ട്. അല്ലാണ്ട് നമുക്ക് കേരളത്തിൽ നിന്നൊക്കെ അങ്ങനെ ആരും തന്നെയില്ല. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ അവർ തന്നെയാണെങ്കിലും നമ്മളിങ്ങനെ പോസ്റ്റുകളൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ കുറേ ആൾ അൺഫ്രണ്ട് ചെയ്ത് പോയി, കുറേ ആളുകളൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ മാത്രമേ കേരളത്തിൽ നിന്നുള്ള എൻ്റെ പേജ് കാണുന്നവരുള്ളൂ. പിന്നെ അതുപോലെ ഇന്ത്യയിൽ നിന്നും എടുക്കുവാണെങ്കിലും വളരെ ചുരുക്കം പേര് മാത്രമാണ് നമ്മുടെ പേജ് കാണുന്നത്. കൂടുതലും നമുക്ക് മറ്റ് രാജ്യങ്ങളിലുള്ള ആൾക്കാരാണ് നമ്മുടെ പേജിൽ വ്യൂവേഴ്സും ഫോളോവേഴ്സായിട്ടും വരുന്നത്. അപ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈലിനും മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള പോസ്റ്റുകളും സ്റ്റോറീസൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മളത് കേരളത്തിലുള്ള ആളുകൾ അത് കാണുമ്പോൾ ചിലപ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റിക്കൊള്ളണമെന്നില്ല. കാരണം നമ്മൾ കേരളത്തിലുള്ളത് ഇപ്പോൾ ഞാൻ അവിടെ കൊണ്ട് പോസ്റ്റ് ചെയ്തിട്ടും കാര്യമില്ല. കാരണം ഇവിടുത്തെ ലൈഫ് സ്റ്റൈലും അവിടുത്തെ ഇതും മാച്ച് ആവത്തില്ല. അപ്പം നമ്മുടെ ഫോളോവേഴ്സ് എന്താണോ അവർക്ക് സ്യൂട്ട് ചെയ്യുന്ന രീതിയിലുള്ള പോസ്റ്റുകളാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള പോസ്റ്റുകളാണ് ഞങ്ങൾ ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പേജ് എടുത്ത് നോക്കിയിട്ട് വേറെ അങ്ങനെ എന്തെങ്കിലും പോസ്റ്റുകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട. കാരണം എൻ്റെ വ്യൂവേഴ്സാണ്. അപ്പോൾ അവരെ എൻഗേജ് ചെയ്യുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ ചെയ്യാമെന്നുള്ളതാണ്. ഇപ്പോൾ ഞാനൊരു കണ്ടൻറ് ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഇന്ത്യയിലുള്ള ആൾക്കാരായിരുന്നു എൻ്റെ ഫോളോവേഴ്സും, അല്ലെങ്കിൽ കേരളത്തിലുള്ളവരായിരുന്നുണ്ടെങ്കിൽ ഞാൻ അവർക്ക് മാച്ച് ചെയ്യുന്നതേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അല്ലാണ്ട് അതിനെ വേറെ രീതിയിലൊന്നും നിങ്ങൾ കാണരുത്. പിന്നെ അതുപോലെ നമ്മൾ എന്താ പറയുക, മോശമായിട്ടൊന്നും അതിനെ ചിത്രീകരിക്കുകയും വേണ്ട. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എല്ലാവരെയും സംതൃപ്തിപ്പെടുത്തിയിട്ട് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചെയ്യുന്നത് എന്താണോ നമുക്ക് ശരിയെന്ന് തോന്നുന്നത് അത് നമ്മൾ ചെയ്യുക. അതുപോലെ ഫേസ്ബുക്ക് പേജ് ഉള്ളവർ, അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജ് തുടങ്ങിയവരൊക്കെ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ വ്യൂവേഴ്സ് ആരാണ്, നമ്മുടെ ഫോളോവേഴ്സ് ആരാണ്, അവർക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള പോസ്റ്റുകളൊക്കെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ പോസ്റ്റുകൾ കാണുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന ആൾക്കാരൊക്കെ ചിലപ്പോൾ പലതും പറഞ്ഞെന്ന് വരും. അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. കാരണം ഇപ്പോൾ എല്ലാവർക്കും നമുക്ക് ഉത്തരം കൊടുത്തിട്ട് നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ശരിയെന്ന് തോന്നുന്നു നമ്മൾ ചെയ്യുക. അപ്പോൾ അതുപോലെ നല്ല പോസ്റ്റുകളൊക്കെ ഇടുക, ഫോളോവേഴ്സിനെയൊക്കെ എൻഗേജ് ചെയ്യുന്ന രീതിയിലുള്ള പോസ്റ്റുകളൊക്കെ ഇടുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.